seems like a map with. ഹേ എവറി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ എനിക്ക് പ്ലാനില്ലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഇവിടോട്ട് എത്തിയപ്പോഴത്തേക്കിന് ഏകദേശം മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന ഒരു പരുവത്തിലായിരുന്നു കണ്ടത്. നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 5 മണി ഒക്കെ ആയിട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അടുത്താണ് കടമക്കുടി. ഞാൻ എവിടെ സ്ഥലമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നല്ലേ. അപ്പം ഇതാണ് ഗൈസ് കടമക്കുടി. പോയിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു സൺസെറ്റ് ടൈമിൽ അവിടോട്ട് പോണത്. അല്ലെങ്കിൽ ഞാൻ നൈറ്റ് ടൈമിലായിരിക്കും കൂടുതൽ അങ്ങോട്ട് പോകണത്, ചൂട് കാരണം. ഇപ്പം നല്ല രസമുണ്ട് ഇപ്പം അവിടെ പോയിട്ടിരിക്കാൻ വേണ്ടി, നടക്കാൻ വേണ്ടിയൊക്കെ. അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ആസ്വദിച്ച് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം ഞാനൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ അത്യാവശ്യം കുറേ കടകളൊക്കെ ഉണ്ട്, പോയിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഞാൻ വന്നിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരിക്കാറുള്ളതാണ്. അടിപൊളി ഫീലാണ് ഗൈസ്. ഈ ചായയായിട്ട് ഈ വെള്ളമൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അരികിലിങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി വേറെ തരം തന്നെ ഫീൽ. അപ്പം ഇതിൻ്റെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കടകളുള്ളത്. അപ്പോൾ പോയിട്ട് ചായയും പരിപ്പടമൊക്കെ മേടിച്ചിട്ട് ഞാൻ വന്നിരുന്നിട്ട് അതൊക്കെ കഴിക്കുകയാണ്. പരിപ്പട കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോകം മറക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് ക്യൂട്ട്നെസ്സും വാരി വെതറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം പ്രകൃതി ഭംഗി ആസ്വദിച്ചിരുന്നിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് അധികം വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു സൈഡിലൂടെ ഞാൻ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും നടന്നു വന്നിട്ടില്ല. ഞാൻ ആ റോഡിൻ്റെ അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുക, അത്രയൊക്കെ ഉള്ളായിരുന്നു. കുറച്ച് പേര് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങോട്ടൊന്ന് പോയി നോക്കാന്ന്. അങ്ങനെ പോകുന്ന വഴിക്കതേ വള്ളം കണ്ടു. വെള്ളത്തിൽ വെള്ളം കിടക്കുന്നു എന്നാണ് ഞാൻ ഈ എക്സ്പ്രഷൻ എല്ലാം വാരി വെതറിയിട്ട് പറയണത്. ഈ ക്യൂട്ട്നെസ് വാരി വെതറാൻ ഞാൻ മറക്കാറില്ല ഗൈസ്. ഇതെൻ്റെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന കുറേ ഭാവങ്ങളാണ്. ആരും മൈൻഡാക്കണ്ട. ഇതേണ്ട അടുത്തതും ഇത് സാധാരണയായിട്ട് നടന്നു പോകുന്ന പ്രതിഭാസമാണ്. കണ്ടില്ലേ അതാരും മൈൻഡാക്കണ്ട. അപ്പം അങ്ങോട്ടിറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ പേര് അങ്ങോട്ട് പോകണുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നൈറ്റ് ടൈമിലാണ് വരാറുള്ളതെന്ന്. അപ്പോൾ ആ ടൈമിലൊന്നും ഇങ്ങോട്ട് ആരും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം പകൽ വെളിച്ചത്തിൽ വന്നപ്പോഴാണ് സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് കുറേ പേര് ഇങ്ങോട്ടും പോകാറുണ്ടെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഈ സൈഡിലോട്ട് പോയിട്ടൊക്കെ ഫോട്ടോസ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊരു കുഞ്ഞു സാധനത്തിനെ അവിടെ കാണാം കേട്ടോ, ഒരു കുഞ്ഞു ഞണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു ഗൈസ് അങ്ങോട്ട് കുറച്ച് ഉള്ളിലോട്ട് നടന്നപ്പോൾ കണ്ട കാഴ്ചകൾ. അപ്പോൾ അവിടെ പ്ലാസ്റ്റിക്കൊക്കെ കിടപ്പുണ്ട്, അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പ്ലാസ്റ്റിക്കുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കുറേ ഫ്രണ്ടിലോട്ടൊക്കെ നടന്നു പോയിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു പകുതി വരെ പോയിട്ട് പിന്നെ തിരിച്ചു വന്നു. പിന്നെ ഒരു ടൈം വരെ ഞാൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു, പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട്. പിന്നെ തിരിച്ചു വന്നു, ഒരു ഷേക്കൊക്കെ മേടിച്ച്, പിന്നെ ഫുഡ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് ഞാൻ അങ്ങനെ തിരിച്ച് വീടെത്തി. അപ്പം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ചെറിയൊരു കുട്ടിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.